ഹിന്ദുക്കളെന്ന് പറയുന്ന ഒരു അവിയൽ സാധനമായതുകൊണ്ടാണ് ആ പദം പറയാൻ ഞാൻ മടിക്കുന്നത്. അതിനകത്ത് വ്യക്തമായൊരു രൂപരേഖയൊന്നുമില്ല. അതിനകത്ത് അനേക ജാതികൾ, അനേക വിഭാഗങ്ങൾ, പേരുള്ളതും പേരില്ലാത്തതുമായവയൊക്കെ. നേരെ മറിച്ച് ക്രിസ്തു മതത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ, കോൺഗ്രസിൻ്റെ, കമ്മ്യൂണിസ്റ്റിൻ്റെ, BJPയുടെ, തന്നെ NSSൻ്റെ, SNDPയുടെ ഇങ്ങനെയുള്ളതിൻ്റെ ആ സംഘടനാ ചട്ടക്കൂടിനകത്ത് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളുമായി നിലകൊള്ളുന്ന വിചാരപരമായി മാത്രം കാര്യങ്ങളെ പോയിരിക്കുന്നതിന് മുമ്പ് തീരുമാനം മുകളിലുള്ള നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചതായിരിക്കണം. ആലോചിച്ച് വേണം വർത്തമാനം പറയാൻ. നമ്മുടെ പ്രസ്ഥാനത്തിന് പോറലേൽക്കരുത്, നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ തകർത്ത് കളയരുത്, സത്യം പറയണമെന്നുള്ളത് ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം പെടുമ്പോൾ മാറിക്കഴിഞ്ഞു. അതെ, സംഘം ശക്തമാകുന്ന സമയത്ത് അത് ഉയർത്തുന്ന ദർശനം തീരെ വളരെ വളരെ പ്രശ്നമാണ്. ഇതിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചട്ടക്കൂടിലൂടെ ജനത കൃത്യമായ വിദ്യാഭ്യാസം ലഭിച്ച് വരുമ്പോഴും ഈ പ്രശ്നമുണ്ടാവും. ഇതിന് വലിയ ലോകമുണ്ട്, ഇതിലൊന്നും പെടാത്ത. ഇതിൻ്റെ ചട്ടക്കൂടുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ലോകം ഒരു വലിയ മത്സര കമ്പോളമാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ സങ്കീർണമായി വരും. വൈകാരികതയിലാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്, വൈകാരികതയിലാണ് ആരോഗ്യമുണ്ടാകുന്നത്, വൈകാരികതയിലാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ സംജാതമാകുന്നത്. വൈകാരികതയെ ശമിപ്പിക്കുന്നതിനും സംയോജിപ്പിക്കുന്നതിനും വൈചാരിക വിദ്യാഭ്യാസം ഫലപ്രദമാകുന്നില്ല. മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് വിചാര വിപ്ലവത്തിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ഗിനിപ്പന്നിയിലും വെള്ളരിയിലുമൊക്കെ പരീക്ഷിച്ച് കൃത്യമായ അടുക്കോടെയാണ്. അതാണിപ്പോൾ ഇന്ന് നമ്മുടെ അമേരിക്കയിൽ ആയുർവേദം ചെല്ലുന്നതിനെതിരെ ആദ്യത്തെ ശബ്ദമുയർത്തിയിരിക്കുന്നത് അമേരിക്കയിലെ ഇന്ത്യൻ വംശജരായ ഡോക്ടർമാരുടെ സംഘടനയാണ്. ഇന്ത്യൻ വംശജരായ അമേരിക്കയിലെ ഡോക്ടർമാരുടെ ഒരു സംഘടനയുണ്ട്. അവരാണ് പറഞ്ഞിരിക്കുന്നത് ആയുർവേദം അശാസ്ത്രീയമാണ്. അത്രമാത്രം അമേരിക്കൻ വൽക്കരണം നടന്ന ഒരു ഡോക്ടർമാരായി മാറിപ്പോയി. അമേരിക്കയിലെ ഡോക്ടർമാർ കൂടിയിട്ട് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ വലിയ തെറ്റില്ല. ഇന്ത്യയുടേതായതെല്ലാം തെറ്റാണെന്ന് ഇന്ത്യക്ക് വെളിയിൽ പോയിരുന്ന് ഇന്ത്യക്കാരൻ പറയുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ പത്രത്തിൻ്റെ ഒരു പേജിലെ വാർത്ത ഇന്ത്യൻ വംശജരായ ഡോക്ടർമാരുടെ അമേരിക്കയിലെ സംഘടന ആയുർവേദത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്ന് വാർത്ത. മനസ്സിലായി. ഇത് വായിക്കുന്ന ഒരുവൻ എവിടെയാണ് അപ്പം നിൽക്കുക? പത്രമെങ്കിലും ജനതയുടെ വൈകാരിക വിദ്യാഭ്യാസത്തെ നിലനിർത്തുമാറ്, അവൻ്റെ ജീവിത പ്രശ്നങ്ങളെ ശമിപ്പിക്കുമാറ് കാര്യങ്ങളെ ചെയ്യേണ്ടതാണ്. അങ്ങനെയല്ല കാണുന്നത്. ഇപ്പോൾ വൈകാരിക വിദ്യാഭ്യാസത്തിന് അല്പം പോലും പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ സിനിമയിലെ വില്ല കഥാപാത്രങ്ങളിൽ വൈകാരിക വിദ്യാഭ്യാസത്തിൻ്റെ അംശങ്ങൾ കൂടുതൽ ചേർക്കുന്നതിൽ സ്ക്രിപ്റ്റ് റൈറ്റർമാർ വിജയിച്ചിരിക്കുന്നു. ഒരു കഥ മുഴുനീളം ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുന്നത് ഒന്നുകിൽ നായകനിലെ വില്ലനിയിലാണ്. അതിന് വികാരമുണ്ട്. മനസ്സിലായി. നമ്മുടെ പല നായക കഥാപാത്രങ്ങളും ആദ്യത്തെ ഒരു ഭാഗം വില്ലനിയോടുകൂടിയാണ് രംഗപ്രവേശം ചെയ്യുന്നത്. സ്കൂള് കട്ട് ചെയ്യുക, അധ്യാപകനെ തല്ലുക, ഇങ്ങനെയൊക്കെ നായകനായി വളർന്നു വരുന്നതായി ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മളുടെ സിനിമകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നായകൻ്റെ രൂപഗുണങ്ങളോ സൗഭാഗ്യങ്ങളോ നന്മയോ ജനഹൃദയങ്ങളിൽ എത്തുന്ന ഭാഗങ്ങളിൽ വൈകാരികത ഇല്ലാതിരിക്കുകയും അവിടെ വിചാരം മാത്രം കയറ്റിവെക്കുകയും എതിർപ്പിൻ്റെ രംഗങ്ങളിലെല്ലാം വൈകാരിക ആന്തോളനം വേണ്ടത്ര കയറ്റിവെക്കുകയും ആ വൈകാരിക തന്തുക്കൾ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുകയും ചെയ്യുമ്പോൾ അതുപോലെ ആയിത്തീരുന്നത് അവൻ അറിയാതെയാണ്. അതിനെ സാംശീകരിപ്പിക്കണമെങ്കിൽ ദർശനമുണ്ടാവണം. ഒരു പ്രസ്ഥാനത്തിനകത്തൊരു വ്യക്തി ചേരുന്നത് ദാർശനികമായ മേന്മ കണ്ട് ആ ദർശനങ്ങളെ ഉൾക്കൊണ്ടാണെങ്കിൽ അവൻ്റെ വൈകാരികത ആ ദർശനത്തിനനുഗുണമായി രൂപാന്തരപ്പെടും. അങ്ങനെ വരുന്ന ഒരു അദ്വൈത വേദാന്തിക്ക് അയാളെ നാളെ ശിക്ഷിച്ചാലും, അയാളെ നാളെ ജയിലിലിട്ടാലും, അയാളെ നാളെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയാലും തൻ്റെ ദർശനം വെടിഞ്ഞൊരു വഴിയിലൂടെ അയാൾക്ക് സഞ്ചരിക്കാനാവില്ല.